2025 ഔദ്യോഗികമായി ഡീകമ്മീഷനിംഗ് ചെയ്യുന്ന യുദ്ധവിമാനമാണ് മിഗ്-21. ഇതൊരു റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ്. മിഗ് യോൺ കുറേവിച്ച് എന്നാണ് യുദ്ധവിമാനത്തിന്റെ യഥാർത്ഥ പേര്. ഇതിന്റെ ഡീകമ്മീഷനിംഗ് സെപ്റ്റംബർ 19 ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ നടക്കും. വ്യോമസേനയിൽ നിലവിൽ 2 മിഗ്-21 വിമാനങ്ങളാണ് ഉള്ളത്. മിഗ്-21 പകരമായി ഉപയോഗിക്കുന്ന തദ്ദേശീയ യുദ്ധവിമാനമായിരിക്കും തേജസ് Mk-1A. 1963 മിഗ്-21 ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. ഇതോടുകൂടി 62 വർഷത്തെ സേവനമാണ് ചരിത്രമാകുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ സൂപ്പർസോണിക് വിമാനമായിരുന്നു മിഗ്-21. 1965 ഇന്ത്യ-പാക് യുദ്ധത്തിലും 1971 ബംഗ്ലാദേശ് യുദ്ധത്തിലും 1999 കാർഗിൽ യുദ്ധത്തിലും മിഗ്-21 നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 2017 2024 ഇടയിൽ മിഗ്-21 4 സ്ക്വാഡ്രനുകളാണ് വിരമിച്ചത്. ശ്രീനഗർ ആസ്ഥാനമായുള്ള 51 സ്ക്വാഡ്രനുകൾ 2022 പ്രവർത്തനം അവസാനിപ്പിച്ചത്. പാകിസ്ഥാൻ ബന്ദിയാക്കി പിന്നീട് മോചിപ്പിച്ച അഭിനന്ദൻ വർദ്ധമാൻ മിഗ്-21 കമാൻഡറായിരുന്നു. മിഗ്-21 പ്രധാന നേട്ടമായിരുന്നു 2019 പാകിസ്ഥാൻ 4ാം തലമുറ വിമാനമായ അമേരിക്കൻ നിർമ്മിത F-16 വെടിവെച്ചിട്ടത്.